ഹലോ, അമ്മയുടെ സ്പെഷ്യൽ ബീഫ് കറി ഉണ്ടാക്കിയാലോ? ഇന്നലെ രാത്രിയിൽ അച്ഛൻ കുറച്ച് കപ്പ കൊണ്ടുവന്നു. അമ്മ അത് രാവിലെ തന്നെ ഉണ്ടാക്കാനായിട്ട് ഒരുങ്ങി. അപ്പം അമ്മയ്ക്ക് ഇരുന്നപ്പോൾ തോന്നിയിട്ടുണ്ടാവും കപ്പയും ബീഫും നല്ല കോമ്പിനേഷനാണെന്ന്. അമ്മ അത് അച്ഛനടുത്ത് പറയാമെന്ന് കേട്ടു, കുറച്ച് ബീഫ് വാങ്ങിയിട്ട് വരാൻ. ഇത് കേട്ട ഞാൻ ഡയറക്റ്റ് ഫോൺ എടുത്ത് കിച്ചണിലോട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ ഇന്നത്തെ ബീഫ് കറി ഞാൻ ഉണ്ടാക്കാം, അമ്മയുടെ റെസിപ്പി എനിക്ക് പറഞ്ഞുതരാം. പലരും ഡിഫറെൻറ്റ് വേസിലാണ് ബീഫ് കറി ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് അമ്മയുടെ സ്പെഷ്യൽ ബീഫ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. തേങ്ങാക്കൊത്ത്, കൊച്ചുള്ളി, 2 സവാള ഇതൊക്കെ എടുത്ത് നമുക്ക് നല്ലപോലെ ചോപ്പ് ചെയ്യാം. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടൊമാറ്റോ. ഇവരെല്ലാം നമുക്ക് ചെറിയ പീസസ് ആയിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അയ്യോ, ഒരാളും കൂടെ ഉണ്ടേ, പച്ചമുളക് മറക്കല്ലേ, എന്നോട് മറന്നുപോയി. ഇതൊക്കെ കട്ട് ചെയ്തതിന് വെച്ചതിന് ശേഷം നമുക്കിതിന് വേണ്ട സ്പൈസസ് ഒക്കെ എടുക്കാം. മീറ്റ് മസാല, ചില്ലി പൗഡർ, ടേമറിക് പൗഡർ, പെപ്പർ, കൊറിയാൻഡർ പൗഡർ, സോൾട്ട് ടു ടേസ്റ്റ്. എത്ര കിലോ ബീഫാണോ ഉള്ളത് അത്രയും ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ പൗഡർ ആഡ് ചെയ്യേണ്ടത്. മുളക് പൊടി, മീറ്റ് മസാല, ബ്ലാക്ക് പെപ്പറും സോൾട്ടും വെജിറ്റബിൾ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിൻ്റെ മസാല ഉണ്ടാക്കുന്നത് വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഫ്രിഡ്ജിലൊന്നുമല്ല, അല്ലാതെ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നല്ലൊരു പാത്രം എടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് അത് ആഡ് ചെയ്യാം. അതൊരു ഗോൾഡൻ കളർ ആവുന്നവരേക്കും വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും സവാള ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതൊന്ന് വഴഞ്ഞ് വരുമ്പോഴേക്കും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഞാനിവിടെ 3 പച്ചമുളകും 2 തക്കാളിയുമാണ് എടുത്തിരിക്കുന്നത്. അതൊന്നും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ വഴറ്റുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ആഡ് ചെയ്യാം. മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, ബ്ലാക്ക് പെപ്പർ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടായി നല്ലപോലെ കറുത്ത് വരുന്നവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. മസാല സെറ്റായി. അപ്പോൾ ഇനി നമുക്ക് പ്രഷർ കുക്കർ എടുത്തിട്ട് നമ്മൾ നേരത്തെ സ്പൈസസ് ഒക്കെ ആഡ് വെച്ച ബീഫ് നമുക്ക് അതിലോട്ടിട്ട് ഒരു 4-5 വിസിലിന് നമുക്ക് വേവിച്ചെടുക്കാം. വിസിൽ വന്നതിന് ശേഷം നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മുടെ സ്പൈസസ് എടുത്ത് നമുക്ക് അതിലോട്ട് ബീഫ് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ബീഫിൽ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നവരെ നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ തുറന്ന് നമുക്ക് നല്ലപോലെ വറ്റി വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗ്രേവി പോലെയാണ് വേണ്ടത്, കാരണം കപ്പ കഴിക്കാനില്ല. അപ്പോൾ കുറച്ച് ഗ്രേവി പോലെ എടുക്കാം. നമുക്ക് കടുക് വറുക്കാം. അതിനുള്ള കടുക്, കൊച്ചുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ബീഫിലോട്ടേക്ക് ഇത് ആഡ് ചെയ്യാം. ഈ ബീഫിലോട്ട് ഈ കടുക് വറുത്തത് ചേർക്കുമ്പോണ്ടല്ലോ നല്ലൊരു സ്മെല്ല് കിട്ടും. ഇനി നമുക്ക് ഒരാളെ കൂടെ ആഡ് ചെയ്യാം, വഷ്ണയില, കറുവപ്പട്ടയുടെ ഇലയാണിത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 1 മിനിറ്റ് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡിയായി. ഇനി നമുക്ക് കഴിച്ചാലോ. മൺകലത്തിലിട്ട് കുഴച്ച കപ്പയും ബീഫും അതിൻ്റെ കൂടെ ഒരു മോരും കൂടെ ഉണ്ടെങ്കിൽ അസാധ്യ ടേസ്റ്റാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണേ. cosa.